ചില സിനിമകൾ കാണുമ്പോൾ അതിൽ നമ്മളെ ഏറെ ആകർഷിച്ച ചില കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നമ്മൾക്ക് തോന്നാറില്ലേ? അവരെ വെച്ചൊരു സ്പിൻ ഓഫ് സിനിമ വന്നാൽ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിക്കുന്ന ചില ക്യാരക്ടർ സ്പിൻ ഓഫ് ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ദശമൂലം ദാമു. മമ്മൂട്ടി നായകനായി എത്തിയ സിനിമയാണ് ചട്ടമ്പിനാടെങ്കിലും സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് സൂരജ് അവതരിപ്പിച്ച ദശമൂലം ദാമുവിൻ്റെ ക്യാരക്ടർ ആയിരിക്കും. ചിത്രത്തിലെ സൂരജിൻ്റെ ചില ഡയലോഗുകളും എക്സ്പ്രഷൻസും ഒക്കെ ഇന്നും ട്രോളായും മീമായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്കും മുകളിലേക്കും വളർന്ന ഒരു ക്യാരക്ടറാണ് ദശമൂലം ദാമു. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ഇന്നും കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഒരു കോമഡി കഥാപാത്രമാണിത്. ദശമൂലം ദാമുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു സിനിമ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും. ആളുടെ ചട്ടമ്പിത്തരവും എക്സ്പ്രഷൻസും ഒക്കെ ഒരു ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാൻ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ? അങ്ങനെ ഒരു സിനിമ ഷാഫി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊരു വാർത്ത ഈ അടുത്തൊക്കെ കേട്ടതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സിനിമ വന്നാൽ സൂരജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കിട്ടുന്ന ഒരു ചിത്രമായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ചിത്രത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കള്ളൻ പ്രസാദ്. ദിലീഷ് പോത്തൻ ഡയറക്ട് ചെയ്ത തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ ഫഹദിന്റെ കള്ളൻ പ്രസാദിനെ ആരും മറന്നിട്ടുണ്ടാകില്ല. മാലയും പിന്നീട് സൂരജിന്റെ കഥാപാത്രത്തിന്റെ പേര് മോഷ്ടിച്ച ഈ കള്ളൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സും കവർ. സിനിമയിൽ പ്രസാദിന്റെ മുൻകാലത്തെക്കുറിച്ച് അവിടെവിടെയായി ചെറിയ സൂചനകൾ തരുന്നുണ്ട്. പക്ഷെ കൃത്യമായ ഒരു ഫ്ലാഷ് ബാക്ക് ചിത്രത്തിൽ ഇല്ലായിരുന്നു. ആ നൽകിയ സൂചനകളിൽ നിന്ന് തന്നെ പ്രസാദിന്റെ കഥയിൽ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കള്ളൻ പ്രസാദിന്റെ ബാല്യവും അയാൾ എങ്ങനെ കള്ളനായി എന്ന ഭാഗവും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള അയാളുടെ ജീവിതവും പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു സിനിമ വന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഫഹദിലെ ആക്ടറിനെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും ഇത്. അങ്ങനെ ഒന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോനാരെ. ഗിരീഷ് ഷെഡി ഡയറക്ട് ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു സൂപ്പർ ശരണ്യ. ചിത്രത്തിൽ അനശ്വര രാജനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും ഒരുപാട് പേർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു മമിത ബൈജു അവതരിപ്പിച്ച സോനാരെ എന്ന ക്യാരക്ടർ. പ്രണയത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ബോൾഡായിട്ടുള്ള ഈ ക്യാരക്ടർ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. മമിത ബൈജുവിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു ഇത്. ആ ഒരു കോളേജ് കാലം കഴിഞ്ഞുള്ള സോനയുടെ കാലഘട്ടം വെച്ച ഒരു സിനിമ എടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു സിനിമ ഗിരീഷ് ഷെഡി പ്ലാൻ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അത് തൽക്കാലം മാറ്റിവെച്ചിട്ടാണ് പ്രേമലു എന്ന സിനിമയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. കുമ്പിടി. രഞ്ജിത്ത് ഡയറക്ട് ചെയ്ത നന്ദനത്തിലെ കുമ്പിടി എന്ന ജഗതി ശ്രീകുമാർ കഥാപാത്രത്തെ ആരും മറന്നു കാണാൻ വഴിയില്ല. ഉണ്ണിയമ്മയെയും നാട്ടുകാരെയും പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉഡായിപ്പ് കഥാപാത്രം ജഗതിയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ്. കുമ്പിടിയുടെ പൂർവ്വകാലത്തെക്കുറിച്ചുള്ള ചെറിയൊരു സൂചന അഗസ്റ്റിന്റെ കഥാപാത്രത്തിലൂടെ സിനിമയിൽ തരുന്നുണ്ട്. അപ്പോൾ കുമ്പിടിയുടെ മുമ്പത്തെ ഉടായ്പകളൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്പിൻ ഓഫ് സിനിമ വന്നാൽ നന്നായിരിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജഗതി ചേട്ടൻ ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്തത് കൊണ്ട് തന്നെ അത് നടക്കുമോ എന്ന് പറയാനായില്ല. കുമ്പിടിയായി ജഗതി ചേട്ടനെ വീണ്ടും കാണാൻ എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്. നന്ദഗോപാൽ മാരാർ. നരസിംഹത്തിലെ ചെറിയൊരു ക്യാമിയോ റോളിലൂടെ തന്നെ കണ്ടു നിന്നവർക്ക് രോമാഞ്ചം ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു മമ്മൂക്കയുടെ നന്ദഗോപാൽ മാരാർ എന്ന വക്കീൽ കഥാപാത്രം. ഒരു നാൾ ഒരിടത്ത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിന്റൻഡന്റ് ഓഫ് പോലീസ്. Shall I remind you something? It is quite unbecoming an officer. സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വരെ വാങ്ങിക്കുന്ന സുപ്രീം കോടതിയിലെ വക്കീലായി മമ്മൂക്കി എത്തിയപ്പോൾ അതൊരു പവർഫുൾ ക്യാമിയോ റോളായി മാറി. നന്ദഗോപാൽ മാരാറിന്റെ വക്കീൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സ്പിൻ ഓഫ് സിനിമ വന്നാൽ ഗംഭീരമാവും എന്ന് തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുള്ളത് ഈ സിനിമയെ വളരെയധികം സഹായിക്കും. ഒരു കോൺട്രവേഴ്സിംഗ് ആയ കേസിൽ മാരാർ അപ്പിയർ ചെയ്യുന്നതും തുടർന്നുള്ള കോടതി രംഗങ്ങളൊക്കെയായി ഒരു കോർട്ട് റൂം സിനിമ വന്നാൽ അതൊരു ഗംഭീര വിജയമാവാനും വളരെയധികം സാധ്യതയുണ്ട്. കള്ളൻ ഡിസൂസ. ചാർലി എന്ന ദുൽഖർ ചിത്രത്തിൽ സൗബിൻ അവതരിപ്പിച്ച ക്യാരക്ടറായിരുന്നു കള്ളൻ ഡിസൂസ അഥവാ കള്ളൻ സുനി. ചിത്രത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇത്. ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് കക്കാനിറങ്ങുന്ന കള്ളൻ ഈ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഒരു കോമഡി സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. കള്ളൻ ഡിസൂസ എന്ന ഈ ക്യാരക്ടറിനെ വെച്ച് ഒരു സിനിമ ഓൾറെഡി ഇറങ്ങിയതാണ്. പക്ഷേ സിനിമ അത്രയ്ക്ക് വേണ്ട ഒരു വിജയമായില്ല. തിരക്കഥയുടെ പോരായ്മ തന്നെയായിരുന്നു ഇതിൽ കണ്ടത്. അപ്പോൾ ഒന്നുകൂടി മികച്ച തിരക്കഥയിൽ ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്താൽ മികച്ചൊരു സിനിമ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പവനായി. നാടൻ കത്തി മുതൽ അൾട്രാ മിഷൻ ഗണ്ണ് വരെ ഉപയോഗിക്കുന്ന മണ്ടനായ പ്രൊഫഷണൽ കില്ലർ പവനായിയെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും.
നാടോടിക്കാറ്റിൽ ക്യാപ്റ്റൻ രാജു തകർത്തഭിനയിച്ച ക്യാരക്ടറായിരുന്നു പവനായി. PV നാരായണൻ എങ്ങനെ പവനായി എന്ന് കാണിക്കുന്ന ഒരു സിനിമ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇനി അത് സാധിക്കില്ല എന്നറിയാം. എങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ആ ക്യാരക്ടർ കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം. സലീം കുമാറിന്റെ കൾട്ട് ക്ലാസിക് കഥാപാത്രമായിരുന്നു ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം. ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ എല്ലാ സിനിമയിലും ഇട്ടുകൊണ്ടിരിക്കുന്ന, മൈക്കിൾ ജാക്സന്റെ സ്റ്റൈലി പിടിച്ചിട്ടുള്ള, അസിസ്റ്റൻസിന്റെ ബലത്തിൽ സിനിമ ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ. വലിയ ഡാൻസ് ഒന്നും അറിയാത്ത ഇയാളെങ്ങനെ സിനിമയിൽ ഡാൻസ് മാസ്റ്ററായി എന്നൊക്കെ കാണിക്കുന്ന പാസ്റ്റ് വെച്ചൊരു സിനിമ വന്നാൽ നന്നായിരിക്കില്ലേ? ഇതിന് ഇപ്പോഴും സാധ്യതയുണ്ട്. ഡാൻസ് മാസ്റ്റർ വിക്രമായി സലീം കുമാർ വീണ്ടും വരുമെന്ന് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ഡ്യൂഡ്. വിനായകന്റെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ആടിലെ ഡ്യൂഡ്. നീലക്കൊടുവേലി തേടി ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഡ്യൂഡിന്റെ കഥ ആടിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ദാമോദരനുണ്ണി മകൻ ദിൽമൻ എടക്കൊച്ചി എന്ന ഡ്യൂഡ് എങ്ങനെ ബാങ്കോക്കിലെത്തി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ ഒരു കഥയും പിന്നീടുള്ള ഡ്യൂഡിന്റെ ജീവിതവും ഒരു സിനിമയ്ക്ക് ഉള്ളൊരു സ്കോപ്പ് ഉണ്ട്. വളരെയധികം ഫാൻ ബേസ് ഉള്ള ഡ്യൂഡിന്റെ ഈ ഒരു സ്പിൻ ഓഫ് മൂവി മിഥുൻ മാനുവൽ തോമസ് എപ്പോഴെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രമണൻ. മുതലാളിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, വേണമെങ്കിൽ ഗുസ്തി വരെ പിടിക്കാൻ തയ്യാറാവുന്ന, മുതലാളി ഒരു ചെറ്റയാണെന്ന് മുഖത്തേക്ക് നോക്കി പറയാൻ ധൈര്യപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു പഞ്ചാബി ഹൗസിലെ രമണൻ. ഹരിശ്രീ അശോകൻ ഗംഭീരമാക്കിയ ഈ കഥാപാത്രം ഇന്നും മീമുകളിലും ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രമണന്റെയും ഗംഗാധര മുതലാളിയുടെയും ജീവിതം ഒരു സിനിമയായി വന്നാൽ എങ്ങനെയിരിക്കുമെന്ന് ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് കോമഡി ഇമോഷണൽ രംഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചിത്രമായിരിക്കും അത്. വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും വെറുതെ പ്രതീക്ഷിക്കാം. അതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ. ഇനി ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്പിൻ ഓഫ് മൂവീസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.